മാഞ്ചസ്റ്ററിലെ സിനഗോഗിന് പുറത്തു നടന്നത് തീവ്രവാദ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. ജൂതവിരുദ്ധത അത് അനുവദിക്കാൻ പാടില്ല, അതിനെതിരെ പൊരുതണമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ജൂത സമൂഹത്തിന്റെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂരിൽ ഒരു നീച്ച വ്യക്തി ജൂതന്മാരായതിനാൽ ജൂതന്മാരെ ആക്രമിച്ച ഒരു ഭീകര ആക്രമണം നടന്നു. നമ്മുടെ മൂല്യങ്ങൾ കാരണം ബ്രിട്ടനെ ആക്രമിച്ചു. ഇതൊരു പുതിയ വെറുപ്പല്ല എങ്കിലും ജൂതന്മാർ എപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണിത്. നമ്മൾ വ്യക്തമായിരിക്കണം, ഇത് വീണ്ടും ഉയർന്നു വരുന്ന ഒരു വെറുപ്പാണ്. ബ്രിട്ടൻ ഒരിക്കൽ കൂടി അതിനെതിരെ പൊരുതണമെന്ന് സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. മാഞ്ചസ്റ്ററിലെ ഹീറ്റൺ പാർക്ക് കോൺഗ്രിഗേഷൻ സിനഗോഗിന് പുറത്തു നടന്ന ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പുരുഷന്മാരുടെ പേരുകൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 53-കാരനായ അഡ്രിയാൻ ഡോൾബിയും 66-കാരനായ മെൽവിൻ ക്രാവിറ്റ്സുമാണെന്ന് പോലീസ് പറയുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് ഒരു പ്രസ്താവനയിൽ അറിയിച്ചതാണിത്. അവരുടെ കുടുംബങ്ങളെ അവരുടെ ലേസൺ ഓഫീസർമാർ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ യോം കിപ്പൂരിലെ മാഞ്ചസ്റ്റർ സിനഗോഗിൽ നടന്ന മാരകമായ ആക്രമണത്തിൽ ബ്രിട്ടീഷ് പോലീസ് പ്രതിയുടെ പേര് പ്രഖ്യാപിച്ചു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആക്രമണത്തെ അപലപിക്കുകയും തന്റെ രാജ്യത്തെ ജൂതവിരുദ്ധതയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഹീറ്റൺ പാർക്ക് ഹിബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗിന് പുറത്തു നടന്ന കുത്തേറ്റും കാറടിച്ചും 2 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമിയെ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. സിറിയൻ വംശജനായ 35 വയസ്സുള്ള ബ്രിട്ടീഷ് പൗരനായ ജിഹാദ് അൽ ഷാമി എന്ന ആളാണ് ആക്രമി. ആക്രമണത്തിന് ശേഷം സ്റ്റാർമറും അദ്ദേഹത്തിന്റെ ജൂതയായ ഭാര്യ വിക്ടോറിയയും ലണ്ടനിലെ ഒരു സിനഗോഗ് സന്ദർശിച്ചു. വ്യാഴാഴ്ച നടത്തിയ ഒരു പ്രസംഗത്തിൽ സ്റ്റാർമർ ആന്റിസെമിറ്റിസത്തെ അപലപിക്കുകയും സിനഗോഗുകളിൽ പോലീസ് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. വ്യാഴാഴ്ച മാഞ്ചസ്റ്ററിലെ അതേ നഗരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്താൻ അധികൃതർ അനുവദിച്ചതായി റിപ്പോർട്ടുണ്ട്. ആ ദിവസം നേരത്തെ നാവികസേന ഗാസ സഹായ കപ്പലിനെ തടഞ്ഞതിനു ശേഷം ജൂതരാഷ്ട്രത്തിനെതിരെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും നൂറുകണക്കിന് തീവ്ര ഇടതുപക്ഷ പ്രവർത്തകർ തെരുവിലുകളിലൂടെ നടക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ സിനഗോഗിന് പുറത്തൊരു ജനക്കൂട്ടത്തിനിടയിലേക്ക് തന്റെ കാർ ഇടിച്ചു കയറ്റിയതിനു ശേഷം കുത്തേറ്റതായി അൽ ഷാമി സംശയിക്കപ്പെടുകയാണ്. അയാൾ ഒരു സ്ഫോടക വസ്തു ധരിച്ചിരുന്നതായി കാണപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് കൃത്യമല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. തീവ്രവാദ സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന UK ഭീകരവിരുദ്ധ പരിപാടിയുടെ ഭാഗമല്ലെന്ന് രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ നിന്ന് വ്യക്തമായി. 30 വയസ്സുള്ള 2 പുരുഷന്മാരും 60 വയസ്സുള്ള ഒരു സ്ത്രീയും ഉൾപ്പെടെ 3 പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലാണ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് കമ്മീഷൻ ചെയ്യൽ, തയ്യാറെടുപ്പ്, പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആക്രമണം നടന്ന സമയത്ത് സിനഗോഗിലെ ഒരു ആരാധകൻ യോം കിപ്പൂർ ആരാധനയ്ക്കായി അകത്തുണ്ടായിരുന്നതായി പറയുന്നു. സിനഗോഗ് ഇതിനകം തന്നെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ട്. വെടിയൊച്ചകൾ കേട്ടതിനെ തുടർന്ന് പോലീസ് സിനഗോഗിൽ പ്രവേശിക്കുകയും സഭയെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കാന്റിന്റെ അഭിപ്രായത്തിൽ വെടിയൊച്ച കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നമ്മളെയും മറ്റുള്ളവരെയും എങ്ങനെ സുരക്ഷിതമായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും? പുറത്ത് ആക്രമണം കേട്ടപ്പോൾ തുടക്കത്തിൽ അമ്പരന്നു. സിനഗോഗിനുള്ളിലെ അന്തരീക്ഷം യഥാർത്ഥത്തിൽ താരതമ്യേന ശാന്തമായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സഹപ്രവർത്തകരുടെ മാനസികാവസ്ഥ വളരെ ശാന്തമായിരുന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു. ചിലർ ഇത് വളരെ നിശബ്ദമായി ഫേസ് ചെയ്യുന്നു, മറ്റുള്ളവർ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ചിലർ സ്വയം മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു നർമ്മ ഘടകം പോലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സാവകാശം അത് അസ്വസ്ഥവും ബുദ്ധിമുട്ടുള്ളതും ആക്കുന്നതിനാൽ ആളുകൾക്ക് നിരവധി വികാരങ്ങൾ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സിനഗോഗിൽ നിന്ന് ആരാധകരെ കൊണ്ടുപോയതിനു ശേഷം സേവനം തുടരാൻ ശ്രമിച്ചു. പക്ഷേ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾ ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആക്രമണത്തെ അപലപിച്ച് ഇസ്രായേലി നേതാക്കളും UK സർക്കാരിനെതിരെ പരോക്ഷമായും വ്യക്തമായും വിമർശനം നടത്തി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം അടുത്തിടെ നടത്തിയ പ്രസംഗം പരാമർശിച്ചു. അവിടെ അദ്ദേഹം UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ വിമർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞങ്ങളുടെ ഹൃദയം. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഐക്യരാഷ്ട്രസഭയിൽ ഞാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഭീകരതയെ നേരിടുന്നതിലെ ബലഹീനത കൂടുതൽ ഭീകരതയെ മാത്രമേ കൊണ്ടുവരൂ. ശക്തിക്കും ഐക്യത്തിനും മാത്രമേ അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. സ്റ്റാർമർ സർക്കാരിൽ നിന്ന് വാക്കുകളെക്കാൾ കൂടുതൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി ഗിഡിയൻ സർ പറഞ്ഞു. സത്യം പറയണം, ലണ്ടനിലെ തെരുവുകളിലും ബ്രിട്ടനിലുടനീളമുള്ള നഗരങ്ങളിലും അതിന്റെ ക്യാമ്പസുകളിലും നഗ്നവും വ്യാപകവുമായ സെമിറ്റിക് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ പ്രകോപനങ്ങളും ഭീകരതയെ പിന്തുണയ്ക്കാനുള്ള ആഹ്വാനങ്ങളും അടുത്തിടെ വ്യാപകമാവുകയാണ്. ഈ വിഷലിപ്തമായ യഹൂദ വിരുദ്ധ തരംഗത്തെ നിയന്ത്രിക്കണം. അതിനാവശ്യമായ നടപടി എടുക്കുന്നതിൽ ബ്രിട്ടനിലെ അധികാരികൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് നിലനിൽക്കാൻ ഫലപ്രദമായി അവർ അനുവദിക്കുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ മുഖ്യ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള സ്റ്റാർമറിന്റെ തീരുമാനത്തെ ലക്ഷ്യം വെച്ചിരുന്നു. ഹോളോകോസ്റ്റിന് ശേഷം കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് യഹൂദ വിരുദ്ധത ഉയരുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് ബ്രിട്ടനിലെ ജൂത പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അടിസ്ഥാന കടമയുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്
ചെയ്യുന്നതിന് പകരം ഒരു പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കേണ്ടത് അടിയന്തരമാക്കി വെക്കുന്നു, ബെന്നറ്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. വ്യാഴാഴ്ച മാഞ്ചസ്റ്റർ കൗൺസിൽ ഓഫ് മോസ്കുകൾ വെടിവെപ്പിൽ ദുഃഖം രേഖപ്പെടുത്തി. ഊഹാപോഹങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മാഞ്ചസ്റ്ററിലെ ഒരു സിനഗോഗിന് പുറത്ത് നടന്ന കുത്തേറ്റുമരണം കേട്ട് മാഞ്ചസ്റ്റർ കൗൺസിൽ ഓഫ് മോസ്കുകൾ ഞെട്ടി എന്നാണ് അവർ പ്രസ്താവനയിൽ പറയുന്നത്. ഈ ദുരിതകാലത്ത് ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ജൂത സമൂഹത്തിനും ഒപ്പമാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളും ചിന്തകളും. എല്ലാ മതങ്ങളിലും പശ്ചാത്തലങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു നഗരമാണ് മാഞ്ചസ്റ്റർ. അക്രമത്തിലൂടെയോ വിദ്വേഷത്തിലൂടെയോ നമ്മെ ഭിന്നിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടും. സമാധാനത്തിനും പരസ്പര ബഹുമാനത്തിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയിൽ ഞങ്ങൾ ഐക്യത്തോടെ തുടരുമെന്ന് അത് കൂട്ടിച്ചേർത്തു. യുകെയിലെ പലസ്തീൻ അംബാസഡർ ഹുസാം സൊലോട്ടും ഹീനമായ ആക്രമണത്തെ അപലപിച്ചു. ആരും സ്വന്തം വീട്ടിലോ ആരാധനാലയത്തിലോ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് തോന്നരുത് എന്ന് ട്വീറ്റ് ചെയ്തു. മാഞ്ചസ്റ്ററിൽ ഇന്ന് നടന്ന ഹീനമായ ആക്രമണത്തിന്റെ ഇരകൾക്കും കുടുംബങ്ങൾക്കും എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു. സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ യാതൊരു മടിയും കൂടാതെയോ ഒഴിവാക്കലോ ഇല്ലാതെ അപലപിക്കണം. എല്ലായിടത്തും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിലും മനുഷ്യത്വരഹിതവൽക്കരണം നിരസിക്കുന്നതിലും എല്ലാവരുടെയും തുല്യ മനുഷ്യത്വം സ്ഥിരീകരിക്കുന്നതിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പലസ്തീൻ പ്രതിനിധി പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.